ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശിവൻ ചേട്ടൻ, മുഖ്യ പ്രഭാഷണം നടത്തിയ GK സുരേഷ് ബാബു ചേട്ടൻ, പ്രിയപ്പെട്ട ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ, വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടു കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ആദ്യത്തേത് ആ ചെറിയ മൺചിരാതിൻ്റെ കഥയാണ്. വലിയ കൊടുങ്കാറ്റിൽ ക്ഷേത്രത്തിലെ വലിയ വിളക്കുകളെല്ലാം അണഞ്ഞുപോയപ്പോൾ ഒരു മൂലയിൽ മാത്രം ഒരു ചെറിയ മൺചിരാത് കത്തുന്നുണ്ടായിരുന്നു. നീ ഈ കൊച്ചുവെട്ടം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാനാണ് എന്ന് ചോദിച്ചവരോട് ആ ചിരാത് പറഞ്ഞ മറുപടി ഇതായിരുന്നു: എൻ്റെ ചുറ്റുമുള്ള ഒരടി ദൂരത്തെ ഇരുട്ടുമാറ്റാൻ എനിക്ക് കഴിയും. എന്നെപ്പോലെ എല്ലാവരും ഒരു കൊച്ചുവെട്ടമായി മാറിയാൽ ഈ ലോകത്ത് ഇരുട്ടുണ്ടാകില്ല. നമ്മുടെ ക്ഷേത്രങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ആ ഒരു കൊച്ചുവെട്ടമായി മാറേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ ആ ഒരു കൊച്ചുവെട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായി, സേതുബന്ധന സമയത്തെ ആ കൊച്ചു അണ്ണാറക്കണ്ണൻ്റെ കഥയാണ്. വലിയ വാനരവീരന്മാർ വലിയ മലകൾ ചുമക്കുമ്പോൾ കടലിൽ മുങ്ങി മണലിൽ ഉരുണ്ട് തൻ്റെ ശരീരത്തിലെ മൺതരികൾ കൊണ്ട് പാലത്തിൻ്റെ വിടവുകൾ നികത്തിയ ആ അണ്ണാറക്കണ്ണൻ, അവൻ കൊണ്ടുവന്നത് വെറും 4 മണത്തരികൾ മാത്രമായിരിക്കാം. പക്ഷേ ആ പാലം പൂർത്തിയാക്കാൻ ആ മണത്തരികളും ആവശ്യമായിരുന്നു. ഈ ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തുന്ന വലിയ പ്രവർത്തനങ്ങളിൽ ആ പാലം പണിയിലെ ഒരു ചെറിയ അണ്ണാറക്കണ്ണനായി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നൽകുന്ന ഓരോ ചെറിയ മണത്തരിയും ചേർന്നാലേ നമ്മുടെ സംസ്കാരം വരും തലമുറക്കായി കാത്തു സൂക്ഷിക്കാൻ കഴിയും. ഈ ആദരവ് എനിക്ക് നൽകുന്നത് വലിയൊരു ഊർജ്ജമാണ്. ഈ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത് എൻ്റെ നിയോഗമായി ഞാൻ കാണുന്നു. ഈ സ്നേഹത്തിനും അംഗീകാരത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം ഒരുപാട് പേർ ഏറ്റെടുത്ത് ചൊല്ലിയ, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന എൻ്റെ ഒരു കൊച്ചു കവിത ഞാനിവിടെ ചൊല്ലാം. എന്നും ഞാനുണ്ണുമ്പോൾ വീടിൻ്റെ മുറ്റത്തായി എത്താറുണ്ടൊരു പറ്റം കാക്കകളും. അല്പം തിരിഞ്ഞെന്ന് നോക്കുമ്പോൾ പിന്നിലായി പാലാട്ടി ചായുന്നൻ പട്ടിക്കുട്ടൻ രാഗത്തിൽ പാടിക്കൊണ്ടോടി വരുന്നുണ്ട്. കല്യാണി പൂച്ചയും ചാരത്തായി. താഴേക്ക് നോക്കുമ്പോൾ കൂനനൂറുമ്പുകൾ കൈനീട്ടി എന്തോ ചോദിച്ചു നിൽപ്പൂ. എൻ്റെ വയറു വിശക്കുന്ന പോലല്ലേ പാവങ്ങൾക്കാര് കൊടുക്കുമന്നം. സന്തോഷം കൊണ്ടപ്പോൾ പാതി വിശപ്പും പോയി. ചോറത് 4 പകുത്തു വച്ചു. ആദ്യമൊരു പിടി കാക്കയ്ക്കു നൽകിയും അപ്പടി തുല്യമായി പൂച്ചയ്ക്കും നായയ്ക്കും കൂനനൂറുമ്പിനും തിന്നാൻ കൊടുത്തിട്ട് ഉണ്ണി വിശപ്പവൻ മാറ്റിടുമ്പോൾ മുന്നിലിരിക്കുന്നോരീശ്വര ചിത്രത്തിൽ പ്രത്യക്ഷനായി ഈശ്വൻ സന്തോഷിപ്പൂ. ഇതിൽ പറയുന്നത്, നമ്മൾ എന്തൊക്കെ സത്കർമ്മം ചെയ്താലും സഹജീവികളുടെ വിശപ്പിനെ കൂടി അറിഞ്ഞ് അവർക്ക് കൂടി അന്നം കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ സന്തോഷിക്കുന്നത് എന്നാണ്.